പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിളിനെ ഇയർ. ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായനാ പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ. ഞാൻ ഡാനിയലച്ചൻ. വചനവായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ 73 ഗ്രന്ഥങ്ങളിലായി പരന്നു കിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി വായിക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈംലൈൻ എന്ന വായനാ സഹായിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഈ റീഡിംഗ് പ്ലാൻ ആവശ്യമുണ്ടെങ്കിൽ biyindia.com/malayalam എന്ന ലിങ്കിൽ അത് ലഭ്യമാണ്. ഇന്ന് 237 ദിവസം. ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ ജെറമിയായുടെ പുസ്തകം അധ്യായങ്ങൾ 18 19, എസെക്കിയേൽ പ്രവചനം അധ്യായം 47 48, സുഭാഷിതങ്ങൾ അധ്യായം 15 വാക്യങ്ങൾ 21 മുതൽ 24 വരെയും. നമുക്ക് വചനം വായിച്ച് തുടങ്ങാം. നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു. ജെറമിയ അധ്യായം 18. കുശവന്റെ വീട്ടിൽ. കർത്താവിൽ നിന്ന് ജെറമിയായ്ക്കുണ്ടായ വചനം ഇതായിരുന്നു: നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക. അവിടെ എൻ്റെ വചനങ്ങൾ കേൾക്കാൻ ഞാൻ നിനക്കിടയാക്കും. അപ്പോൾ ഞാൻ കുശവന്റെ വീട്ടിലേക്ക് ഇറങ്ങിച്ചെന്നു. ഇതാ, അവൻ ചക്രത്തിന്മേൽ ജോലി ചെയ്യുകയായിരുന്നു. കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിക്കൊണ്ടിരുന്ന പാത്രം അവൻ്റെ കയ്യിൽ വിരൂപമായി പോയി. അപ്പോൾ തൻ്റെ ദൃഷ്ടിയിൽ ഉചിതമായതുപോലെ നിർമ്മിക്കാൻ കുശവൻ അതുകൊണ്ട് വേറൊരു പാത്രം വീണ്ടും മെനഞ്ഞു. അപ്പോൾ കർത്താവിൻ്റെ വചനം എനിക്ക് പ്രകാരമുണ്ടായി: ഇസ്രായേൽ ഭവനമേ, ഈ കുശവനെപ്പോലെ എനിക്ക് നിങ്ങളോട് ചെയ്യരുതോ? കർത്താവിൻ്റെ അരുളപ്പാട്: ഇസ്രായേൽ ഭവനമേ, ഇതാ, കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെയാണ് എൻ്റെ കയ്യിൽ നിങ്ങളും. ഏതെങ്കിലും ഒരു ജനതയെക്കുറിച്ചോ ഒരു രാജ്യത്തെക്കുറിച്ചോ അതിനെ പിഴുതെറിയുമെന്നും ഇടിച്ചു തകർക്കുമെന്നും നശിപ്പിക്കുമെന്നും ഞാൻ പ്രഖ്യാപിച്ചിരിക്കുന്ന നേരത്ത്, ഞാൻ ആ ജനതയുടെ മേൽ ആരോപിച്ചിരുന്ന തിന്മയിൽ നിന്ന് അത് പിന്തിരിഞ്ഞാൽ അതിനോട് ചെയ്യാൻ ഉദ്ദേശിച്ച തിന്മയെക്കുറിച്ച് ഞാൻ പരിതപിക്കും. ഏതെങ്കിലും ഒരു ജനതയെയോ ഒരു രാജ്യത്തെയോ പടുത്തുയർത്തുമെന്നും നട്ടുവളർത്തുമെന്നും ഞാൻ പ്രഖ്യാപിച്ചിരിക്കുന്ന നേരത്ത് അതെൻ്റെ സ്വരം ശ്രവിക്കാതെ എൻ്റെ മുമ്പിൽ തിന്മ പ്രവർത്തിക്കുകയാണെങ്കിൽ അതിന് അനുഗുണമായി ചെയ്യുമെന്ന് പറഞ്ഞിരുന്ന നന്മയെക്കുറിച്ചും ഞാൻ പരിതപിക്കും. അതുകൊണ്ട് ഇപ്പോൾ യൂദായിലെ ആളുകളോടും ജെറുസലേം നിവാസികളോടും പറയുക: കർത്താവ് ഇപ്രകാരം അരുൾ ചെയ്യുന്നു, ഇതാ, ഞാൻ നിങ്ങൾക്കെതിരെ അനർത്ഥം രൂപപ്പെടുത്തുന്നു. നിങ്ങൾക്കെതിരെ ഒരു പദ്ധതി നനയ്ക്കുന്നു. ഓരോരുത്തനും അവനവൻ്റെ ദുർമാർഗത്തിൽ നിന്ന് പിന്തിരിയട്ടെ. നിങ്ങളുടെ വഴികളും പ്രവൃത്തികളും ശരിയാക്കുവിൻ. എന്നാൽ അവർ പറഞ്ഞു: അതിൽ കാര്യമില്ല. തീർച്ചയായും ഞങ്ങളുടെ പദ്ധതികളുടെ പുറകെ ഞങ്ങൾ പോകും. ഞങ്ങൾ ഓരോരുത്തരും സ്വന്തം ദുഷ്ടഹൃദയത്തിൻ്റെ ശാഠ്യമനുസരിച്ച് പ്രവർത്തിക്കും. ജനം കർത്താവിനെ പരിത്യജിക്കുന്നു. അതുകൊണ്ട് കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു: നിങ്ങൾ ജനതകളുടെ ഇടയിൽ ആരായുവിൻ. ഇവയ്ക്ക് സമാനമായത് ആരാണ് കേട്ടിരിക്കുന്നത്? അതിഭീകരമായ ഒരു കാര്യം ഇസ്രായേൽ കന്യക ചെയ്തിരിക്കുന്നു. ലെബനോനിലെ മഞ്ഞ് പാറക്കെട്ടുകളിൽ നിന്ന് മാഞ്ഞു പോകുമോ? അഥവാ വിദൂരദേശത്തു നിന്ന് ഒഴുകുന്ന ശീതളജലം വറ്റിപ്പോകുമോ? എന്നിട്ടും എൻ്റെ ജനം എന്നെ മറന്നു കളഞ്ഞിരിക്കുന്നു. വ്യർത്ഥതയ്ക്ക് അവർ ധൂപമർപ്പിക്കുന്നു. അവർ സ്വന്തം വഴികളിൽ പുരാതന പാതകളിൽ ഇടറി വീഴാനിടയായി. നിരപ്പല്ലാത്ത വഴിയിൽ ഊടുവഴികളിൽ സഞ്ചരിച്ചുകൊണ്ടും തദ്വാര തങ്ങളുടെ ദേശത്തെ ശൂന്യവും നിത്യപരിഹാസപാത്രവും ആക്കിക്കൊണ്ടുമായിരുന്നു അത്. അവളെ കടന്നുപോകുന്ന ഓരോരുത്തനും അവഹേളിച്ച് തൻ്റെ തലകുലുക്കുന്നു. കിഴക്കൻ കാറ്റെന്ന പോലെ ഞാൻ അവരെ ശത്രുവിൻ്റെ മുമ്പിൽ ചിതറിക്കും. കഷ്ടതയുടെ ദിനത്തിൽ ഞാൻ അവരെ എൻ്റെ മുഖമല്ല പുറം കാണിക്കും. പ്രതികാരത്തിനായി പ്രാർത്ഥന. അപ്പോൾ അവർ പറഞ്ഞു: വരുവിൻ, നമുക്ക് ജെറമിയായ്ക്കെതിരെ പദ്ധതികൾ മെനയാം. എന്തെന്നാൽ പുരോഹിതനിൽ നിന്ന് നിയമവും ജ്ഞാനിയിൽ നിന്ന് ആലോചനയും പ്രവാചകനിൽ നിന്ന് വചനവും നശിച്ചു പോവുകയില്ല. വരുവിൻ, നമുക്കവനെ നാവുകൊണ്ട് തകർക്കാം. അവൻ്റെ വാക്കുകളൊന്നും നമുക്ക് ശ്രദ്ധിക്കാതിരിക്കാം. കർത്താവ്, എൻ്റെ നേർക്ക് ശ്രദ്ധ തിരിക്കണമേ. എന്നോട് വ്യവഹരിക്കുന്നവരുടെ സ്വരം കേൾക്കണമേ. നന്മയ്ക്ക് പകരം തിന്മ നൽകപ്പെടുമോ? എൻ്റെ ജീവന് വേണ്ടി അവർ കുഴി കുഴിച്ചിരിക്കുന്നുവല്ലോ. അവരെപ്പറ്റി നല്ലത് പറയാനും അങ്ങയുടെ ക്രോധം അവരിൽ നിന്ന് അകറ്റാനും ഞാൻ അങ്ങയുടെ സന്നിധിയിൽ നിന്നത് ഓർക്കണമേ. ആകയാൽ അവരുടെ മക്കളെ പട്ടിണിക്ക് വിട്ടുകൊടുക്കണമേ. വാളിൻ്റെ വരുതിയിലേക്ക് അവരെ എറിഞ്ഞു കൊടുക്കണമേ. അവരുടെ സ്ത്രീകൾ മക്കളില്ലാത്തവരും വിധവകളുമായി തീരട്ടെ. അവരുടെ പുരുഷന്മാർ മരണത്താൽ ഗ്രസിക്കപ്പെടട്ടെ. അവരുടെ യുവജനങ്ങൾ യുദ്ധത്തിൽ വാളാൽ പ്രഹരിക്കപ്പെടട്ടെ. അങ്ങ് പൊടുന്നനെ അവരുടെ മേൽ കൊള്ളസംഘത്തെ കൊണ്ടുവരുമ്പോൾ അവരുടെ വീടുകളിൽ നിന്ന് ആർത്തനാദം കേൾക്കപ്പെടട്ടെ. എന്തെന്നാൽ എന്നെ പിടിക്കാൻ അവർ കുഴി കുഴിച്ചിരിക്കുന്നു. എൻ്റെ കാലുകൾക്ക് അവർ കെണിവെച്ചിരിക്കുന്നു.
അങ്ങാകട്ടെ, കർത്താവേ, എൻ്റെ മരണത്തിനായുള്ള അവരുടെ ഓരോ ആലോചനയും അറിയുന്നു. അവരുടെ അകൃത്യം മറക്കരുതേ. അവരുടെ പാപം അങ്ങയുടെ മുമ്പിൽ നിന്ന് മായ്ച്ചു കളയരുതേ. അങ്ങയുടെ മുമ്പിൽ അവർ മറിഞ്ഞു വീഴട്ടെ. അങ്ങയുടെ കോപത്തിൻ്റെ നേരത്ത് അവർക്കെതിരെ വർത്തിക്കണമേ. ജെറമിയ അധ്യായം 19. ഉടഞ്ഞ മൺകലം. കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്തു: നീ പോയി കുശവനിൽ നിന്ന് ഒരു മൺകലം വിലയ്ക്ക് വാങ്ങുക. ജനപ്രമാണികളിലെയും പുരോഹിത ശ്രേഷ്ഠന്മാരിലെയും ചിലരെ കൂട്ടിക്കൊണ്ട് കലക്കഷണക്കവാടത്തിങ്കലെ ബെൻഹിന്നോം താഴ്വരയിലേക്ക് പുറപ്പെടുക. ഞാൻ നിന്നോട് പറയുന്ന വാക്കുകൾ നീ അവിടെ വച്ച് പ്രഘോഷിക്കുക. നീ പറയണം: യൂദാ രാജാക്കന്മാരെ, ജെറുസലേം നിവാസികളെ, കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ. ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു: ഇതാ, കേൾക്കുന്നവൻ്റെ ചെവി ധരിക്കുന്ന അനർത്ഥം ഞാൻ ഈ സ്ഥലത്ത് വരുത്തുന്നു. എന്തെന്നാൽ അവർ എന്നെ ഉപേക്ഷിച്ച് ഈ സ്ഥലം അന്യമാക്കി. അവരോ അവരുടെ പിതാക്കന്മാരോ യൂദാ രാജാക്കന്മാരോ അറിഞ്ഞിട്ടില്ലാത്ത അന്യദേവന്മാർക്ക് ഇവിടെ ധൂപമർപ്പിച്ചു. ഈ സ്ഥലം നിഷ്കളങ്കരുടെ രക്തം കൊണ്ട് നിറച്ചു. ബാലിന് ഹോമയാഗങ്ങളായി തങ്ങളുടെ മക്കളെ അഗ്നിയിൽ ഹോമിക്കാൻ വേണ്ടി അവർ ബാലിൻ്റെ പൂജാഗിരികൾ പണിതു. അത് ഞാൻ കൽപ്പിച്ചതോ നിർദ്ദേശിച്ചതോ അല്ല, എൻ്റെ മനസ്സിൽ ഉദിച്ചതുമല്ല. അതിനാൽ ഇതാ, കൊലയുടെ താഴ്വര എന്നല്ലാതെ ഇനിയും തോഫെത്തെന്നോ ബെൻഹിന്നോം താഴ്വരയെന്നോ ഈ സ്ഥലം വിളിക്കപ്പെടാത്ത ദിനങ്ങൾ വരുന്നു. കർത്താവിൻ്റെ അരുളപ്പാട്. യൂദായുടെയും ജെറുസലേമിൻ്റെയും ആലോചന ഈ സ്ഥലത്ത് വെച്ച് ഞാൻ നിഷ്ഫലമാക്കും. അവരുടെ ശത്രുക്കളുടെ മുമ്പിൽ വെച്ച് വാളാലും അവരുടെ ജീവൻ തേടുന്നവരുടെ കരത്താലും ഞാൻ അവരെ വീഴിക്കും. അവരുടെ മൃതശരീരം ആകാശത്തിലെ പറവഗണത്തിനും ഭൂമിയിലെ മൃഗഗണത്തിനും ഭക്ഷണമായി ഞാൻ നൽകും. ഈ നഗരത്തെ ഞാൻ ശൂന്യവും പരിഹാസപാത്രവുമാക്കും. അവളെ കടന്നുപോകുന്ന ഓരോരുത്തരും അവരുടെ സകല മുറിവുകളെയും പ്രതി അവഹേളിച്ച് ചൂളം വിളിക്കുകയും ചെയ്യും. അവർ തങ്ങളുടെ പുത്രന്മാരുടെ മാംസവും പുത്രിമാരുടെ മാംസവും ഭക്ഷിക്കാൻ ഞാൻ ഇടവരുത്തും. ഉപരോധം കൊണ്ടും സമ്മർദ്ദം കൊണ്ടും അവരുടെ ശത്രുക്കളും അവരുടെ ജീവൻ തേടുന്നവരും അവരെ ഞെരുക്കുമ്പോൾ അവരോരോരുത്തരും അയൽക്കാരൻ്റെ മാംസം ഭക്ഷിക്കും. എന്നിട്ട് നിന്റെ കൂടെ പോന്ന ആളുകളുടെ കൺമുമ്പാകെ നീ കലമുടയ്ക്കണം. നീ അവരോട് പറയണം: സൈന്യങ്ങളുടെ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു: വീണ്ടും കൂട്ടിച്ചേർക്കാനാവാത്ത വിധം ഒരുവൻ കുശവൻ്റെ കലം തകർക്കുന്നത് പോലെ ഈ ജനത്തെയും ഈ നഗരത്തെയും ഞാൻ ഇങ്ങനെ തകർക്കും. സംസ്കരിക്കാൻ ഒരു സ്ഥലവുമില്ലാത്തതിനാൽ തോഫത്തിൽ അവർ അവരെ സംസ്കരിക്കും. ഈ നഗരത്തെ തോഫത്ത് പോലെയാക്കാനായി ഈ സ്ഥലത്തോടും അതിലെ നിവാസികളോടും ഞാൻ ഇപ്രകാരം ചെയ്യും. കർത്താവിൻ്റെ അരുളപ്പാട്. ജെറുസലേമിലെ ഭവനങ്ങളും യൂദാ രാജാക്കന്മാരുടെ കൊട്ടാരങ്ങളും, അതായത് മേൽക്കൂരകളിൽ ഓരോ ആകാശശക്തിക്കും ധൂപമർപ്പിക്കുകയും അന്യദേവന്മാർക്ക് പാനീയ യാഗങ്ങൾ നിവേദിക്കുകയും ചെയ്തിരുന്ന ഭവനങ്ങളെല്ലാം തന്നെ തോഫെത്ത് സ്ഥലം പോലെ മലിനമാകും. തോഫത്തിൽ പ്രവചിക്കാൻ കർത്താവ് അയച്ച ജെറമിയ അവിടെ നിന്ന് പോന്ന് കർത്തൃഭവനാങ്കണത്തിൽ നിന്നുകൊണ്ട് മുഴുവൻ ജനത്തോടുമായി പറഞ്ഞു: ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു: ഇതാ, ഈ നഗരത്തെക്കുറിച്ച് ഞാൻ പ്രഖ്യാപിച്ച ഓരോ അനർത്ഥവും ഇതിന്മേലും ചുറ്റുമുള്ള എല്ലാ പട്ടണങ്ങളിന്മേലും ഞാൻ വരുത്താൻ പോകുന്നു. എന്തെന്നാൽ എൻ്റെ വാക്കുകൾ കേൾക്കാതെ അവർ തങ്ങളുടെ പിടലി കഠിനമാക്കിയിരിക്കുന്നു. എസെക്കിയേൽ അധ്യായം 47. ദേവാലയത്തിൽ നിന്ന് നീർച്ചാൽ. പിന്നെ അവൻ എന്നെ ആലയവാതിലിലേക്ക് തിരികെ കൊണ്ടുവന്നു. അത് ആലയ പൂമുഖത്തിൻ്റെ അടിയിൽ നിന്ന് കിഴക്കോട്ട് വെള്ളം ഒഴുകുന്നു. കാരണം ആലയത്തിൻ്റെ ദർശനം കിഴക്കോട്ടായിരുന്നു. ആലയത്തിൻ്റെ പൂമുഖത്തിൻ്റെ വലത്ത് ഭാഗത്ത് ബലിപീഠത്തിൻ്റെ തെക്കുവശത്ത് അടിയിൽ നിന്നാണ് വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നത്. പിന്നെ അവൻ എന്നെ വടക്കേ പടിപ്പുരയിലൂടെ പുറത്തു കൊണ്ടുവരികയും പുറത്തുള്ള കിഴക്കേ പടിപ്പുരയിലേക്ക് പുറത്തുകൂടെ നയിക്കുകയും ചെയ്തു. ഇതാ, വെള്ളം വലതുവശത്തുകൂടെ ഒഴുകിയിരുന്നു. കയ്യിൽ ചരടുമായി അവൻ കിഴക്കൂട്ട് നടന്ന് 1000 മുഴം അളന്നു. എന്നിട്ട് വെള്ളത്തിലൂടെ എന്നെ നയിച്ചു. കണ്ണങ്കാൽ പൊക്കം വരെ വെള്ളമുണ്ടായിരുന്നു. പിന്നെയും അവൻ 1000 മുഴം അളന്ന് എന്നെ വെള്ളത്തിലൂടെ നയിച്ചു. അവിടെ മുട്ടോളം വെള്ളമുണ്ടായിരുന്നു. വീണ്ടും അവൻ 1000 മുഴം അളന്ന് എന്നെ വെള്ളത്തിലൂടെ നയിച്ചു. അവിടെ അരയ്ക്കൊപ്പം വെള്ളമുണ്ടായിരുന്നു. പിന്നെയും അവൻ 1000 മുഴം അളന്നു. ആർക്കും കടന്നുപോകാൻ പറ്റാത്ത ഒരു നദിയായിരുന്നു അത്. കാരണം വെള്ളം ഉയർന്നിരുന്നു. നീന്തിക്കടക്കാൻ പറ്റാത്ത വിധം വെള്ളമുള്ള ഒരു നദി. അവൻ എന്നോട് ചോദിച്ചു: മനുഷ്യപുത്രാ, നീ ഇത് കണ്ടോ? പിന്നെ അവൻ എന്നെ നടത്തി നദീതീരത്തേക്ക് തിരിച്ചു കൊണ്ടുവന്നു. ഞാൻ തിരിച്ചു പോന്നപ്പോൾ ഇതാ, നദിയുടെ ഇരുകരയിലും വളരെയധികം വൃക്ഷങ്ങളുണ്ടായിരുന്നു. അവൻ എന്നോട് പറഞ്ഞു: ഈ വെള്ളം കിഴക്കൻ പ്രദേശത്തേക്കൊഴുകി അറാബായിലെത്തി കടലിൽ ചേരും. കടലിൽ ചേർക്കപ്പെടുമ്പോൾ ആ വെള്ളത്തെ അത് ശുദ്ധമാക്കും. നദി ഒഴുകുന്നിടത്തെല്ലാം ജീവജാലങ്ങൾ പറ്റം ചേർന്ന് ജീവിക്കും. അവിടെ ധാരാളം മത്സ്യങ്ങളും ഉണ്ടായിരിക്കും.
കാരണം കടലിലെ വെള്ളം ശുദ്ധീകരിക്കുന്നതിനാണ് നദി അങ്ങോട്ടൊഴുകുന്നത്. അങ്ങനെ നദി ഒഴുകുന്നിടത്തെല്ലാം ജീവനുണ്ടാകും. മീൻപിടുത്തക്കാർ തീരത്ത് നിൽക്കും. എൻഗേദി മുതൽ എൻ എഗ്ലായും വരെ വലവീശാൻ പറ്റിയ സ്ഥലമായിരിക്കും. അവിടെ മഹാസമുദ്രത്തിലെ പോലെ വളരെയധികം മത്സ്യങ്ങളുണ്ടായിരിക്കും. എന്നാൽ ഉപ്പ് ലഭ്യമാകാനായി അതിൻ്റെ ചേറ്റുനിലങ്ങളും ചതുപ്പ് നിലങ്ങളും ശുദ്ധമാക്കപ്പെടുകയില്ല. നദിയുടെ ഇരു കരകളിലും എല്ലാത്തരം ഫലവൃക്ഷങ്ങളും വളരും. അവയുടെ ഇലകൾ കൊഴിയുകയോ അവ ഫലം നൽകാതിരിക്കുകയോ ഇല്ല. അവയ്ക്ക് വേണ്ടി ജലം വിശുദ്ധ സ്ഥലത്തു നിന്ന് ഒഴുകുന്നതുകൊണ്ട് മാസം തോറും ഫലം പുറപ്പെടുവിക്കും. അവയുടെ ഫലം ഭക്ഷണത്തിനും ഇലകൾ രോഗശമനത്തിനും ഉപകരിക്കും. ദേശത്തിൻ്റെ അതിരുകൾ. നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു: ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങൾ സ്വന്തമാക്കുന്നതിനായി നീ ദേശം വിഭജിക്കുമ്പോൾ അതിരുകൾ ഇപ്രകാരമായിരിക്കണം. ജോസഫിന് 2 പങ്കുണ്ടായിരിക്കണം. നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുക്കുമെന്ന് ഞാൻ ശപഥം ചെയ്ത ദേശം നിങ്ങൾ തുല്യമായി അവകാശമാക്കണം. പൈതൃകാവകാശമായി അത് നിങ്ങൾക്ക് ലഭിക്കും. ദേശത്തിൻ്റെ അതിർത്തി ഇതായിരിക്കണം: വടക്കുവശത്ത് മഹാസമുദ്രം മുതൽ എത്ലോൺ വഴി സെദാദിൻ്റെ അതിർത്തി വരെ, ഹമാത്ത്, ബറോത്ത, ദമാസ്കസിൻ്റെയും ഹമാത്തിൻ്റെയും ഇടയ്ക്കുള്ള അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന സിബ്രായും, ഹൗറാൻ്റെ അതിർത്തിയിലുള്ള ഹാസേർ ഹത്തിക്കോൻ എന്നിവ വരെയും. അങ്ങനെ വടക്കേ അതിർത്തി സമുദ്രം മുതൽ ദമാസ്കസിൻ്റെ വടക്കേ അതിർത്തിയിലുള്ള ഹസാറേനോൻ വരെയും അതിന് വടക്കുള്ള ഹമാത്തിൻ്റെ അതിർത്തി വരെയും ആയിരിക്കും. ഇതാണ് വടക്കേ അതിര്. കിഴക്കുവശത്ത് ദമാസ്കസിൻ്റെയും ഹൗറാൻ്റെയും ഇടയിലൂടെ ഇസ്രായേൽ ദേശത്തിനും ഗലയാദിനും ഇടയ്ക്ക് ജോർദാൻ വഴി കിഴക്കേ കടൽ വരെ നീ അളക്കണം. ഇതാണ് കിഴക്കേ അതിര്. തെക്കുവശം തെക്ക് താമാർ മുതൽ മെരീബാത്ത് കാദേശിലെ ജലാശയം വരെയും ഈജിപ്ത് തോടുവഴി മഹാസമുദ്രം വരെയുമായിരിക്കും. ഇതാണ് തെക്കേ അതിർത്തി. പടിഞ്ഞാറ് വശം ഹമാത്തിൻ്റെ കവാടം വരെ മഹാസമുദ്രമായിരിക്കണം. ഇതാണ് പടിഞ്ഞാറേ അതിർത്തി. അങ്ങനെ ഇസ്രായേൽ ഗോത്രങ്ങൾക്കനുസൃതമായി നിങ്ങൾ ഈ ദേശം വിഭജിച്ചെടുക്കണം. നിങ്ങൾക്കും നിങ്ങളുടെ ഇടയിൽ താമസിക്കവേ കുട്ടികൾ ജനിച്ച് അവിടെ പാർക്കുന്ന വിദേശീയർക്കും പൈതൃകാവകാശമായി അത് പങ്കുവെക്കണം. അവർ നിങ്ങൾക്ക് സ്വദേശീയരായ ഇസ്രായേൽ മക്കളെപ്പോലെ ആയിരിക്കണം. ഇസ്രായേൽ ഗോത്രങ്ങളുടെ ഇടയിൽ നിങ്ങളോടൊപ്പം അവർക്കും ഒരവകാശമുണ്ടാകണം. പരദേശി പാർക്കുന്ന ഗോത്രമേതോ അവിടെ തന്നെ അവൻ ഓഹരി കൊടുക്കണം. നാഥനായ കർത്താവിൻ്റെ അരുളപ്പാട്. എസെക്കിയേൽ അധ്യായം 48. ഗോത്രങ്ങളുടെ ഓഹരി. ഗോത്രങ്ങളുടെ പേരുകൾ ഇവയാണ്: വടക്കേ അതിർത്തിയിൽ ആരംഭിച്ച് കടൽ മുതൽ എത്ലോ വഴി ഹമാത്തിൻ്റെ കവാടം വരെയും, ഹമാത്തിന് നേരെ ദമാസ്കസിൻ്റെ വടക്കേ അതിർത്തിയിലുള്ള ഹസാർ ഏനോൻ വരെയും, കിഴക്ക് പടിഞ്ഞാറ് വ്യാപിച്ചു കിടക്കുന്ന ദാൻ ആണ് ഒരു ഭാഗം. ദാനിൻ്റെ അതിർത്തിയോട് ചേർന്ന് കിഴക്കേ അറ്റം മുതൽ പടിഞ്ഞാറേ അറ്റം വരെ ആഷേറിൻ്റെ ഓഹരിയാണ്. ആഷേറിൻ്റെ അതിർത്തിയോട് ചേർന്ന് കിഴക്കേ അറ്റം മുതൽ പടിഞ്ഞാറേ അറ്റം വരെയാണ് നഫ്താലിയുടെ ഓഹരി. നഫ്താലിയുടെ അതിർത്തിയോട് ചേർന്ന് കിഴക്കേ അറ്റം മുതൽ പടിഞ്ഞാറേ അറ്റം വരെ മനാസയുടെ ഓഹരിയാണ്. മനാസയുടെ അതിർത്തിയോട് ചേർന്ന് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയാണ് എഫ്രായിമിൻ്റെ ഓഹരി. എഫ്രായിമിൻ്റെ അതിർത്തിയോട് ചേർന്ന് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ റൂബൻ്റെ ഓഹരിയാണ്. റൂബൻ്റെ അതിർത്തിയോട് ചേർന്ന് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ യൂദായുടെ ഓഹരി. വിശുദ്ധ ഓഹരി. യൂദായുടെ അതിർത്തിയോട് ചേർന്ന് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ 25,000 മുഴം വീതിയിലും ഒരു ഗോത്രത്തിൻ്റെ ഓഹരിയുടേതിന് തുല്യമായ നീളത്തിലും കിഴക്ക് പടിഞ്ഞാറായി നിങ്ങൾ നീക്കിവെക്കുന്ന ഒരു ഭാഗത്തിന് മധ്യേയായിരിക്കും വിശുദ്ധ മന്ദിരം. കർത്താവിന് വേണ്ടി നിങ്ങൾ മാറ്റിവെക്കുന്ന സ്ഥലത്തിൻ്റെ നീളം 25,000 മുഴവും വീതി 10,000 മുഴവും ആയിരിക്കും. പുരോഹിതന്മാർക്കുള്ള വിശുദ്ധമായ ഓഹരി ഇപ്രകാരമാണ്: അത് വടക്ക് 25,000 മുഴം നീളവും പടിഞ്ഞാറ് 10,000 മുഴം വീതിയും കിഴക്ക് 10,000 മുഴം വീതിയും തെക്ക് 25,000 മുഴം നീളവുമുള്ള ഒരു ഭാഗമായിരിക്കണം. അതിൻ്റെ മധ്യത്തിലായിരിക്കണം കർത്താവിൻ്റെ വിശുദ്ധ മന്ദിരം. ഇസ്രായേൽ വംശവും ലേവ്യരും വഴിതെറ്റിയപ്പോൾ അവരോടൊപ്പം മാർഗഭ്രംശം സംഭവിക്കാതെ എനിക്ക് ശുശ്രൂഷ ചെയ്തിരുന്ന അഭിഷിക്ത പുരോഹിതരായ സാദോക്കിൻ്റെ പുത്രന്മാർക്കുള്ളതാണിത്. ലേവ്യരുടെ അതിർത്തിയോട് ചേർന്ന് ദേശത്തിൻ്റെ വിശുദ്ധ ഓഹരിയിൽ നിന്ന് വേർതിരിച്ചെടുത്ത അതിവിശുദ്ധമായ ഓഹരിയാണ് അവരുടേത്. പുരോഹിതന്മാരുടേതിനോട് ചേർന്ന് 25,000 മുഴം നീളത്തിലും 10,000 മുഴം വീതിയിലും ഓരോഹരി ലേവ്യർക്കുണ്ടായിരിക്കണം. ആകെ നീളം 25,000 മുഴവും വീതി 10,000 മുഴവും. അവർ അതിൽ നിന്ന് വിൽക്കുകയോ കൈമാറ്റം ചെയ്യുകയോ അരുത്. ദേശത്തിൻ്റെ ഈ വിശിഷ്ടഭാഗം അവർ അന്യാധീനപ്പെടുത്തി കളയരുത്. എന്തെന്നാൽ അത് കർത്താവിന് വിശുദ്ധമാണ്. ശേഷിച്ച 5,000 മുഴം വീതിയും 25,000 മുഴം നീളവുമുള്ള ഭാഗം പട്ടണത്തിലെ സാധാരണ ആവശ്യത്തിനും താമസത്തിനും പ്രാന്തപ്രദേശത്തിനും വേണ്ടിയാണ്.
നഗരം അതിൻ്റെ മധ്യത്തിലായിരിക്കണം. അതിൻ്റെ അളവുകൾ ഇതായിരിക്കണം: വടക്കും തെക്കും കിഴക്കും പടിഞ്ഞാറും 4500 മുഴം വീതം. നഗരത്തിനൊരു തുറസായ സ്ഥലമുണ്ടായിരിക്കണം. വടക്കും തെക്കും കിഴക്കും പടിഞ്ഞാറും 250 മുഴം വീതം. വിശുദ്ധോഹരിയുടെ അരികു ചേർന്ന് മിച്ചമുള്ളത് കിഴക്കോട്ട് 10,000 മുഴവും പടിഞ്ഞാറോട്ട് 10,000 മുഴവും ആയിരിക്കണം. അവിടുത്തെ ഉൽപ്പന്നങ്ങൾ നഗരത്തിലെ ജോലിക്കാർക്ക് ഭക്ഷണത്തിനുള്ളതാണ്. ഇസ്രായേലിലെ എല്ലാ ഗോത്രങ്ങളിലും പെട്ട നഗരത്തിലെ കൃഷിക്കാർ അതിൽ കൃഷി ചെയ്യണം. നിങ്ങൾ വിശുദ്ധ കാര്യങ്ങൾക്കായി നീക്കിവെക്കുന്നവ മുഴുവൻ കൂടി, വിശുദ്ധ ഓഹരിയും നഗരസ്വത്തും കൂടി 25,000 മുഴത്തിൽ സമചതുരമായിരിക്കണം. വിശുദ്ധ ഓഹരിക്കും നഗരസ്വത്തിനും ഇരുവശത്തും ശേഷിക്കുന്ന ഭാഗം രാജാവിനുള്ളതാണ്. വിശുദ്ധ ഓഹരിയുടെ 25,000 മുഴം സ്ഥലത്ത് നിന്ന് കിഴക്കേ അതിർത്തിയിലേക്ക് 25,000 മുഴവും പടിഞ്ഞാറേ അതിർത്തിയിലേക്ക് 25,000 മുഴവും ഗോത്രങ്ങളുടെ ഓഹരികൾക്ക് സമാന്തരമായി വ്യാപിച്ചു കിടക്കുന്ന സ്ഥലം രാജാവിനുള്ളതാണ്. വിശുദ്ധ ഓഹരിയും വിശുദ്ധ മന്ദിരവും അതിൻ്റെ നടുക്കായിരിക്കും. ലേവ്യരുടെ സ്വത്തും നഗരത്തിൻ്റെ സ്വത്തും രാജാവിൻ്റെ ഓഹരിയുടെ മധ്യത്തിലായിരിക്കണം. രാജാവിൻ്റെ ഓഹരി യൂദായുടെയും ബെഞ്ചമിൻ്റെയും അതിരുകൾക്കിടയിലും. മറ്റ് ഗോത്രങ്ങളുടെ ഓഹരി. ബാക്കിയുള്ള ഗോത്രങ്ങളുടെ ഓഹരി: കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ ബെഞ്ചമിൻ്റെ ഓഹരി. ബെഞ്ചമിൻ്റെ അതിർത്തിയിൽ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയാണ് ശിമെയോൻ്റെ ഓഹരി. ശിമെയോൻ്റെ അതിർത്തിയിൽ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ ഇസാക്കറിൻ്റെ ഓഹരി. ഇസാക്കറിൻ്റെ അതിർത്തിയിൽ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ സെബുലൂൻ്റെ ഓഹരി. സെബുലൂൻ്റെ അതിർത്തിയിൽ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ ഗാദിൻ്റെ ഓഹരി. ഗാദിൻ്റെ അതിർത്തിയിൽ തെക്കോട്ട് താമാർ മുതൽ മെരീബത്ത് കാദേശ് ജലാശയം വരെയും അവിടെ നിന്ന് ഈജിപ്ത് തോട് വഴി മഹാസമുദ്രം വരെയുമാണ് തെക്കേ അതിർത്തി. ഇസ്രായേൽ ഗോത്രങ്ങളുടെ ഇടയിൽ പൈതൃകാവകാശമായി നിങ്ങൾ വിഭജിച്ചെടുക്കേണ്ട ദേശം ഇതാണ്. ഇവയാണ് അവരുടെ ഓഹരികൾ. നാഥനായ കർത്താവിൻ്റെ അരുളപ്പാട്. ജെറുസലേം കവാടങ്ങൾ. ഇതാണ് പട്ടണത്തിൻ്റെ പുറത്തേക്കുള്ള കവാടങ്ങൾ. വടക്കുവശത്ത് 4500 മുഴം. ഇസ്രായേൽ ഗോത്രങ്ങളുടെ പേരിലാണ് പട്ടണത്തിൻ്റെ കവാടങ്ങൾ അറിയപ്പെടുക. വടക്കുവശത്ത് 3 കവാടങ്ങൾ, റൂബൻ്റെയും യൂദായുടെയും ലേവിയുടെയും ഓരോന്ന്. 4500 മുഴം നീളമുള്ള കിഴക്കുവശത്ത് 3 കവാടങ്ങൾ, ജോസഫിൻ്റെയും ബെഞ്ചമിൻ്റെയും ദാനിൻ്റെയും ഓരോ കവാടങ്ങൾ. 4500 മുഴം നീളമുള്ള തെക്കുവശത്ത് 3 കവാടങ്ങൾ, ശിമെയോൻ്റെ 1 കവാടം, ഇസാക്കറിൻ്റെ 1 കവാടം, സെബുലൂൻ്റെയും 1 കവാടം. 4500 മുഴം നീളമുള്ള പടിഞ്ഞാറ് വശത്ത് 3 കവാടങ്ങൾ, ഗാദിൻ്റെ 1 കവാടം, ആഷേറിൻ്റെ 1 കവാടം, നഫ്താലിയുടെ 1 കവാടം. നഗരത്തിൻ്റെ ചുറ്റളവ് 18,000 മുഴമായിരിക്കണം. ഇനിമേൽ നഗരത്തിൻ്റെ പേര് യാഹ്വേ ഷാമ എന്നായിരിക്കും. സുഭാഷിതങ്ങൾ അധ്യായം 15, വാക്യങ്ങൾ 21 മുതൽ 24 വരെ. ബുദ്ധിശൂന്യന് വിഡ്ഢിത്തം ആനന്ദമാണ്. വിവേകിയായ വ്യക്തി തൻ്റെ നടപ്പ് നേരെയാക്കുന്നു. കൂടിയ ആലോചനയില്ലാത്തപ്പോൾ പദ്ധതികൾ പാളുന്നു. ഉപദേഷ്ടാക്കളുടെ ബഹുത്വത്താൽ അവ നിലനിൽക്കുന്നു. തൻ്റെ അധരത്തിൻ്റെ ഉത്തരത്തിലാണ് ഒരുവൻ്റെ ആനന്ദം. യഥാസമയത്തെ വചനം എത്ര നന്ന്. താഴെയുള്ള പാതാളത്തിൽ നിന്നൊഴിഞ്ഞു മാറേണ്ടതിന് ജീവൻ്റെ മാർഗം ബുദ്ധിമാന് മേലോട്ടുള്ളതാണ്. പ്രിയമുള്ളവരെ, 237 ദിവസത്തിലേക്ക് ദൈവം വചനവായനയെ എത്തിക്കുമ്പോൾ നിങ്ങളുടെ വചനത്തോടുള്ള ദാഹത്തിനും താല്പര്യത്തിനും ഒരിക്കൽ കൂടി നന്ദി പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. ജെറമിയായുടെ പ്രവചനം അധ്യായം 18 കുശവൻ്റെ ആലയിലേക്ക് ദൈവം പ്രവാചകനെ കൊണ്ടുപോകുന്നതായി നാം കാണുന്നു. അവിടെ ദൈവം കുശവനാണെന്നും ഭൂതകാലത്തിൽ എങ്ങനെയെല്ലാം കളിമണ്ണായ നമ്മൾ തകർക്കപ്പെട്ടവരാണെങ്കിലും ദൈവം ആഗ്രഹിച്ച വിധത്തിലുള്ള കലങ്ങളായി മാറാൻ നമ്മൾ പരാജയപ്പെട്ടെങ്കിലും കുശവൻ്റെ കയ്യിൽ ഭദ്രമായി ഇരിക്കാനുള്ള മനസ്സ് കാണിച്ചാൽ കുശവൻ ആ കരങ്ങൾ കൊണ്ട് മനോഹരമായ പാത്രങ്ങളാക്കി നമ്മളെ രൂപാന്തരപ്പെടുത്തുമെന്നും ദൈവം പ്രവാചകനെ ഈ ഒരു കാഴ്ചയിലൂടെ ബോധ്യമാക്കി കൊടുക്കുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചത്. തെറ്റുതിരുത്തി മടങ്ങി വന്നാൽ ദൈവം വീണ്ടും നമ്മെ അവിടുത്തേക്ക് ഇഷ്ടമുള്ള ജീവിതമാക്കി രൂപാന്തരപ്പെടുത്തും എന്ന ചിന്ത പങ്കുവച്ചതിന് ശേഷം, എന്നാൽ അതിന് തയ്യാറാകാത്ത ജനത്തിന് സംഭവിക്കുന്ന അപായവും ആപത്തുമാണ് അടുത്ത അധ്യായത്തിൽ ബെൻഹിന്നോൻ താഴ്വരയിൽ വെച്ച് ഉടച്ചുകളയുന്ന കലത്തിൻ്റെ ഉപമയിലൂടെ വ്യക്തമാക്കുന്നത്. ബെൻഹിന്നോൻ താഴ്വര വിജാതീയ ദേവനായ അമൂര്യദേവനായ മൊളേക്കിന് വലിയ ഒരു ബിംബപ്രതിഷ്ഠ ഉണ്ടായിരുന്ന സ്ഥലമാണ്. മൊളേക്കിൻ്റെ നീട്ടിപ്പിടിച്ച കരങ്ങളുടെ അടിയിൽ ആഴി കൂട്ടി ആ ചൂടിൽ ഈ കൈകൾ പൊള്ളി
വെന്ത് നിൽക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിലേക്ക് കുഞ്ഞുങ്ങളെ വെച്ച് കൊടുത്ത് കുഞ്ഞുങ്ങൾ അങ്ങനെ ഭസ്മമായി പോകുന്ന ഒരു ഹീനമായ നികൃഷ്ടമായ ആചാരമായിരുന്നു ബെൻ ഹിന്നോം താഴ്വരയിൽ തോഫത്തിൽ നടന്ന ശിശുബലികൾ. ഇങ്ങനെ നിരപരാധികളായ കുഞ്ഞുങ്ങളുടെ നിസ്സഹായമായ നിലവിളികൾ അലിഞ്ഞു ചേർന്ന ആ ബെൻ ഹിന്നോം താഴ്വരയുടെ ഭയാനകമായ അന്തരീക്ഷത്തിൽ വെച്ചാണ് ഈ കലം ഉടയ്ക്കപ്പെടുന്നത്. ഇസ്രായേലിൻ്റെ പ്രതീകമായ ഈ കലം ഉടയ്ക്കപ്പെടുന്നതിൻ്റെ കാരണം ഇങ്ങനെ നിരപരാധികളായ നിസ്സഹായരായ മനുഷ്യരുടെ, കുഞ്ഞുങ്ങളുടെ, നിസ്സഹായൻ്റെ, പാവപ്പെട്ടവൻ്റെ കണ്ണുനീരാണ് എന്ന് പ്രവാചകൻ ഈ ഉപമയിലൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ബൈബിളിലും അതുപോലെ തന്നെ കാറ്റക്കിസത്തിലും പ്രതികാരത്തിനായി നിലവിളിക്കുന്ന പാപങ്ങളുടെ കൂട്ടത്തിൽ 4 പാപങ്ങളുടെ കൂട്ടത്തിലെ ഒരു പാപം അനാഥൻ്റെയും വിധവയുടെയും അഗതിയുടെയും നിസ്സഹായൻ്റെയും പാവപ്പെട്ടവൻ്റെയും കണ്ണുനീരാണ്. ഒരു മനുഷ്യൻ്റെയും ജീവിതത്തിൽ കണ്ണുനീരിന് കാരണമാകാതിരിക്കാൻ എത്ര സജീവമായ ഒരു ശ്രദ്ധ നമ്മൾ പുലർത്തിയെങ്കിലായി. പ്രത്യക്ഷമായോ പരോക്ഷമായോ ബോധപൂർവമോ അല്ലാതെയോ മനുഷ്യൻ്റെ ജീവിതത്തിൽ കണ്ണുനീരിന് കാരണമാകരുതേ എന്ന് നമ്മൾ നിലവിളിച്ച് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. കാരണം അങ്ങനെ നിസ്സഹായൻ നിലവിളിക്കുമ്പോൾ ഞാൻ കേൾക്കാതിരിക്കുമോ എന്ന് ദൈവം മറ്റൊരിടത്ത് ചോദിക്കുന്നുമുണ്ട്. ഒരു സജീവമായ ശ്രദ്ധ നമ്മൾ ഈ കാര്യത്തിൽ പുലർത്തേണ്ടതാണ്. പ്രത്യേകിച്ച് എല്ലാവരും അവനവൻ്റെ ജീവിതത്തെ മാത്രം വല്ലാത്തൊരു അത്യാഗ്രഹത്തിൻ്റെയും ആർത്തിയുടെയും ദുരയുടെയും വേവലാതിയോടെ പൊതിഞ്ഞു പിടിക്കാൻ ശ്രമിക്കുന്ന ഒരു കാലത്ത് ഒരുപാട് പേരുടെ സ്വപ്നങ്ങളെ ചവിട്ടിമെതിച്ചുകൊണ്ടാണ് നമ്മുടെ ഓരോ നേട്ടങ്ങളും നമ്മൾ വെട്ടിപ്പിടിക്കുന്നത് എന്നത് മറന്നുപോകരുത്. എസെക്കിയേലിലേക്ക് വരുമ്പോൾ എസെക്കിയേലിൻ്റെ പുസ്തകത്തിൻ്റെ വായന ഇന്ന് അവസാനിക്കുകയാണ്. 47 48 അധ്യായങ്ങൾ ഇതുവരെ തുടർന്നു വന്ന ദേവാലയ സംബന്ധിയായ പ്രവചനങ്ങളുടെ ഏതാണ്ട് ഒരു ഉപസംഹാരം പോലെയാണ് നൽകപ്പെട്ടിരിക്കുന്നത്. ഓർമ്മയിലേക്ക് ഒരിക്കൽ കൂടി കൊണ്ടുവരിക. എസെക്കിയേലിൽ 40 മുതൽ 48 വരെ ഭാവി ദേവാലയത്തെക്കുറിച്ചുള്ള പ്രവചനമാണ്. ഈ 40 മുതൽ 48 വരെയുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ വായനക്കാരായ നമുക്കൊരു കാര്യം മനസ്സിലാവും. എസെക്കിയേൽ പ്രവചിക്കുന്ന ദേവാലയം സോളമൻ പണിത ദേവാലയത്തെക്കാളും വലുതും മഹത്വപൂർണവും ആയിരുന്നു. നമുക്കറിയാം, ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ പിന്നീട് അങ്ങനെ ഒരു ദേവാലയം പണിയപ്പെട്ടിട്ടില്ല. ദേവാലയത്തെക്കുറിച്ച് മാത്രമല്ല എസെക്കിയേൽ പ്രവചിക്കുന്നത്. പുരോഹിതന്മാർ സാദോക്കിൻ്റെ പരമ്പരയിൽ, അഹറോൻ്റെ പരമ്പരയിൽ നിന്ന്, അഹറോൻ്റെ പുത്രന്മാരുടെ പരമ്പരയിൽ നിന്ന് ദാവീദ് നിയമിക്കുന്ന സാദോക്കിൻ്റെ കുടുംബത്തിലെ പുരോഹിതന്മാരായിരിക്കും പുരോഹിതന്മാർ. അതുപോലെ ദാവീദിൻ്റെ വംശത്തിൽ നിന്ന് വരാൻ പോകുന്ന ഒരു രാജാവ് ജനത്തോടൊപ്പം വന്ന് ആരാധന സമർപ്പിക്കും. അതുപോലെ തന്നെ രാജ്യം 12 ഗോത്രങ്ങൾക്കായി വീണ്ടും ചിട്ടയായി വിഭജിക്കപ്പെടും. ദേവാലയത്തിൻ്റെ ബലിപീഠത്തിൻ്റെ അടിയിൽ നിന്ന് ഒരു ജീവജലത്തിൻ്റെ നദി ഒഴുകും. അത് ചാവുകടലിനെ പോലും ജീവനുള്ളതാക്കി മാറ്റും. അതുപോലെ തന്നെ നഗരത്തിൻ്റെ പേര് ഇനി യഹോവ ഷമ്മ എന്നായിരിക്കും. ദൈവം എപ്പോഴും സന്നിഹിതമായിരിക്കുന്ന സ്ഥലം എന്ന് അത് അറിയപ്പെടും. ഇങ്ങനെ ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പ്രവചിച്ചുകൊണ്ടാണ് എസെക്കിയേൽ അവസാനിപ്പിക്കുന്നത്. നമുക്കൊരു കാര്യം നന്നായി മനസ്സിലാവും. സോളമൻ്റേതിനേക്കാൾ മഹത്വമേറിയ ദേവാലയവും സാദോക്കിൻ്റെ പുരോഹിതന്മാർ സൂചിപ്പിക്കുന്ന ശ്രേഷ്ഠ പൗരോഹിത്യവും ദാവീദിൻ്റെ പരമ്പരയിൽ പിറക്കാൻ പോകുന്ന രാജാവും ഇതെല്ലാം, അതുപോലെ തന്നെ 12 ഗോത്രങ്ങളുടെ റിസ്റ്റോറേഷനും അവരെല്ലാം കൂട്ടിച്ചേർക്കുന്നതും ഇതെല്ലാം ഒടുവിൽ സംഭവിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്ന ഒരു വ്യക്തിയിലാണ്. അവൻ്റെ വിലാവിൽ നിന്നാണ് രക്തവും വെള്ളവും ഒഴുകുന്നത്. കൂദാശകളാകുന്ന ആ ജീവനദിയിലൂടെ ഭൂമി ഇനി സൗഖ്യപ്പെടാൻ പോകുന്നത്. അവൻ്റെ വിലാവിൽ നിന്നാണ് പരിശുദ്ധാത്മാവാകുന്ന നദി ഇനി ഒഴുകാൻ പോകുന്നത്. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും എസെക്കിയേലിൻ്റെ ഈ 40 മുതൽ 48 വരെയുള്ള അധ്യായങ്ങളിലെ ഈ ഭാവി പ്രവചനം ഇപ്പോൾ പ്രവാസത്തിൽ കിടന്ന് ഏതാണ്ട് 24-25 വർഷം പൂർത്തിയാക്കുന്ന ഈ ജനത്തിന് നൽകപ്പെടുന്ന ഈ വാഗ്ദാനങ്ങൾ മുഴുവൻ പൂർത്തിയാകുന്നത് കാലികമായിട്ടോ സ്ഥലസംബന്ധിയായിട്ടോ അല്ല. അതായത് ഇസ്രായേലിൻ്റെ മണ്ണിലോ ഇസ്രായേലിൻ്റെ ആ കാലഘട്ടത്തിലോ അല്ല അത് പൂർത്തിയാവുന്നത്, മറിച്ച് ക്രിസ്തുവിൻ്റെ ആ മിശിഹാ യുഗത്തിലാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ ജനം ഇപ്പോൾ ചിതറിപ്പോയവരാണ്. ഈ ജനം ഇപ്പോൾ സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ടവരാണ്. ഈ ജനം ഇപ്പോൾ തങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച പാളിച്ചകളുടെ, പാകപ്പിഴകളുടെ ദുരനുഭവത്തിൻ്റെ അഗ്നിച്ചൂളയിലൂടെ കടന്നു പോകുന്നവരാണ്. ഈ ജനത്തിൻ്റെ ഹൃദയത്തിൽ ഇപ്പോൾ ആകുലതകൾ മാത്രമേ ഉള്ളൂ.
അങ്ങനെ ഒരു ജനത്തോട് പ്രവാചകൻ ഒരുപക്ഷെ നേരിട്ട് ഹൃദയത്തിൽ ബോധ്യപ്പെട്ടിട്ടല്ലെങ്കിൽ കൂടി ദൈവം നൽകുന്ന ഒരു ദർശനത്തിൽ പ്രവാചകൻ അവരോട് പറയുകയാണ്, മിശിഹായിൽ, ക്രിസ്തുവിൽ നിങ്ങളുടെ നഷ്ടപ്പെട്ട സ്വപ്നങ്ങൾ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. നിങ്ങളുടെ നിരാശ ആനന്ദമായി മാറും. ജീവിതത്തിൽ വിരൽത്തുമ്പിൽ നിന്ന് വെള്ളം പോലെ ചിതറിപ്പോയെന്ന് നിങ്ങൾ കരുതുന്ന ഈ ജീവിതത്തെ ഒരുമിച്ച് കൂട്ടാൻ രാജ്യവും ദേവാലയവും രാജാവും ജീവൻ്റെ നദിയുമൊക്കെയായി ഒരുവൻ നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിൽ നിന്ന് പുറപ്പെട്ടു വരും. എന്താണിത് നമ്മളോട് പറയുന്നത്? നിങ്ങൾ സമാനമായ ഒരു അനുഭവത്തിലാണ് ഈ വാക്കുകൾ കേൾക്കുന്നതെങ്കിൽ, ഞാനൊരു 10-20 വർഷത്തെ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ഒരു ബലത്തിൽ നിങ്ങളോട് പറയാം, ജീവിതത്തിലെ ഏത് സ്വപ്നങ്ങൾ തകർന്നുപോയ മനുഷ്യൻ്റെയും ജീവിതത്തിൻ്റെ ഏക പരിഹാര സാധ്യത യേശുക്രിസ്തു മാത്രമാണ്. ക്രിസ്തുവിലാണ് തകർക്കപ്പെട്ട മനുഷ്യൻ തൻ്റെ ജീവിതത്തിൻ്റെ പ്രതീക്ഷകളെ തിരികെ പിടിക്കുന്നത്. അവൻ്റെ കൂടെ ദൈവം എപ്പോഴും ഉണ്ട്. എസെക്കിയേൽ സൂചിപ്പിക്കുന്നത് പോലെ ആ രാജ്യത്ത്, ആ ദേശത്ത് ദൈവം റിസ്റ്റോർ ചെയ്യുന്ന, ദൈവം വീണ്ടും പണിതുയർത്തുന്ന ആ നഗരത്തിൻ്റെ പേര് യാഹ്വേ ഷാമ എന്നായിരിക്കും. ഗോഡ് ഈസ് ഓൾവേസ് പ്രസൻറ്റ്. എല്ലാ നഷ്ടസ്വപ്നങ്ങളെയും തിരികെ പിടിച്ച് നൽകുന്നതും അതിനെ കൂട്ടിത്തുന്നി ഒരു ജീവൻ്റെ മനോഹര ഗ്രന്ഥമാക്കി കയ്യിലേൽപ്പിക്കുന്നതും ക്രിസ്തു എന്ന മിശിഹ മാത്രമാണ്, ദൈവപുത്രൻ മാത്രമാണ്. അതുകൊണ്ട് എസെക്കിയേൽ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ എല്ലാം നവീകരിക്കപ്പെടുന്നതും എല്ലാം പൂർത്തിയാവുന്നതും എല്ലാ നഷ്ടസ്വപ്നങ്ങളും തിരികെ കിട്ടുന്നതും ക്രിസ്തുവിലാണ് എന്ന ഓർമ്മയിൽ ഒരിക്കൽ കൂടി അവൻ്റെ ഭാഗമാകാൻ ഭാഗ്യം കിട്ടിയതിന് ദൈവത്തിന് നന്ദി പറയാം. നല്ല കർത്താവെ, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. അങ്ങ് എസെക്കിയേലിലൂടെ ഞങ്ങൾക്ക് തന്ന ബോധ്യങ്ങൾക്കെല്ലാം ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങളുടെ വചനവായന മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾ വീണ്ടും എസെക്കിയേലിൻ്റെ പ്രവചനം അവസാനിപ്പിച്ച് നാളെ മുതൽ ദാനിയേൽ പ്രവചനങ്ങൾ വായിക്കുമ്പോൾ കുറെ കൂടി ആഴമായ ബോധ്യങ്ങൾ ഞങ്ങളിൽ നിറയും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ കയ്യിൽ കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ ഉടഞ്ഞുപോയ അല്ലെങ്കിൽ വിരൂപമായി പോയ ഞങ്ങളുടെ ഈ ജീവിതത്തെ സമർപ്പിച്ച് വീണ്ടും പണിതുയർത്തപ്പെടാൻ ഉള്ള ഒരു സന്നദ്ധത ഞങ്ങൾക്ക് നൽകണമേ. ബെൻഹിന്നോം താഴ്വരയിൽ വെച്ച് ഉടച്ചു കളഞ്ഞ കലം പോലെയാവാതെ എന്നും അങ്ങയുടെ കയ്യിൽ, അങ്ങയുടെ ഈ യജമാനൻ്റെ ഭവനത്തിലെ ആവശ്യങ്ങൾക്ക് ഉപയുക്തമായ വിശിഷ്ടപാത്രങ്ങളായി മാറാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവമായ കർത്താവേ, ഈശോയോട് കുറെ കൂടി ആഴമുള്ള ഒരു ബന്ധം, ആഴമായ ഒരു സ്നേഹം ഞങ്ങൾക്ക് നൽകണമേ. അതുവഴി ഞങ്ങളുടെ പ്രവാസത്തിൽ നിന്ന് ഞങ്ങളെ തിരികെ വിളിക്കുകയും ഞങ്ങളുടെ നഷ്ടസ്വപ്നങ്ങളെ തിരിച്ചു തരികയും ചെയ്യണമേ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം കൂടി, ഒരു പ്രഭാതം കൂടി നിങ്ങളോടൊപ്പമായിരിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. നിങ്ങളുടെ വീടുകളിലേക്ക്, നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് നേരിട്ട് വന്ന് നിങ്ങളോട് സംസാരിക്കുന്നൊരു പ്രതീതിയാണ് ഓരോ ദിവസത്തെയും വചനവായനയിൽ ഞാൻ അനുഭവിക്കുന്നത്. ഇങ്ങനെ നിങ്ങളുടെ വളരെ വിലപ്പെട്ട ഒരു ജീവിതത്തിൻ്റെ ഭാഗമാകാൻ ദൈവം എന്നെ അനുവദിച്ചതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. മനോഹരമായ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഏട് ഈ വചനവായനയിലൂടെ പ്രകാശിപ്പിക്കപ്പെട്ടെങ്കിൽ നിങ്ങളതിൻ്റെ മഹത്വം ദൈവത്തിന് മാത്രം നൽകുക. ബലഹീനനായ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. നാളെ വീണ്ടും ഈ വചനസ്വരവുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ മറക്കരുത്, ഞാൻ ഡാനിയേലച്ചൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുവരെ സ്നേഹിച്ചും പ്രാർത്ഥിച്ചും ഈശോയെ പങ്കുവച്ചും ഒരു നല്ല ദിവസം ആഘോഷമാക്കി മാറ്റാം. മഹത്വം യേശുവിന് മാത്രം. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.